ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തേക്കിടിക്കൂടിന് വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. സുഭാഷ് വിവാഹം കഴിക്കാനായി കണ്ടെത്തിയ ജയന്തി രണ്ടാം വിവാഹക്കാരിയാണെന്നറിഞ്ഞ് ഞെട്ടി നിൽക്കുകയാണ് കിളിക്കൂട്ടിലുള്ള എല്ലാവരും. ജയന്തിയും വീട്ടുകാരും അവിടെ നിന്ന് പോയതിനു ശേഷം അകത്തേക്ക് കയറി വന്ന സുഭാഷിനെ തടഞ്ഞുകൊണ്ട് സുധീഷ് ചോദിക്കുന്നു, സുഭാഷേട്ടൻ എങ്ങോട്ടായി ഓടി പോകുന്നത്? അപ്പൊ സുഭാഷ് പറയണ, ഞാൻ വെള്ളം കുടിച്ചിട്ട് വരാടാ. വെള്ളമൊക്കെ പിന്നെ കുടിക്കാം. അവിടെ നിൽക്കുന്ന സുധീഷ് പറയുമ്പോൾ ഹരീഷ് ചോദിക്കണ, സുഭാഷേട്ടൻ എന്തിനാ ഇത്ര പെട്ടെന്ന് ഒരു കല്യാണം തീരുമാനിച്ചത്? അപ്പൊ സുഭാഷ് പറയണ, എന്താടാ ഇങ്ങനെ ചോദിക്കുന്നത്? നിങ്ങളുടെ ചേട്ടന് കല്യാണം നടക്കണമെന്ന് നിങ്ങൾ തന്നെയല്ലേ ആഗ്രഹിച്ചത്? പിന്നെന്താ? അപ്പൊ ഹരീഷ് പറയുകയാണ്, ഞങ്ങൾ ആഗ്രഹിച്ച സത്യമാ, പക്ഷെ ഇങ്ങനെ ഒരു കല്യാണം നടക്കണമെന്നാണോ? അപ്പൊ സുധീഷ് പറയടാ, ആ കുടുംബത്തെ പറ്റിയും ആ പെണ്ണിനെ കുറിച്ച് ഒന്നും ഞങ്ങളോട് പറയാതെ സുഭാഷേട്ടൻ എന്തിനാ ആ പെണ്ണിനെ കാണാൻ പോയത്? അപ്പൊ നിധി പറയണ, അതിന് ഞാൻ സുഭാഷേട്ടനെ കുറ്റപ്പെടുത്തുന്നില്ല. നമ്മള് പലതവണ പെണ്ണ് കാണാൻ പോയി. ഓരോ തവണയും വിവാഹം മുടങ്ങുമ്പോൾ എല്ലാവർക്കും അത് വിഷമമായിരുന്നു. സുഭാഷേട്ടൻ തന്നെ സംസാരിച്ച് ഓക്കെ പറഞ്ഞതിന് ശേഷമാണ് ഞങ്ങളോട് പറഞ്ഞത്. ശരിക്കും സുഭാഷേട്ടന് സമ്മതമാണോ ഈ കല്യാണത്തിന്? സുധീഷ് ചോദിക്കുന്നു, സുഭാഷേട്ടാ, രണ്ടാമത് കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിനെ സുഭാഷേട്ടൻ എന്തിനാ കല്യാണം കഴിക്കുന്നേ? സുഭാഷ് ചോദിക്കുന്നു, രണ്ടാമത് കല്യാണം കഴിക്കുന്നത് അത്ര വലിയ തെറ്റാണോ? അപ്പൊ ഹരീഷ് പറയണ, ഞങ്ങൾ ആരും അത് തെറ്റാണെന്ന് പറയുന്നില്ല. സുഭാഷേട്ടൻ ഇത് രണ്ടാം കല്യാണം ആയിരുന്നെങ്കിൽ ശരി, പക്ഷെ സുഭാഷേട്ടന്റെ ആദ്യത്തെ കല്യാണം അല്ലേ? സുഭാഷേട്ടനെക്കാളും പ്രായ കൂടുതലാണ് അവർക്ക്. പിന്നെന്തിനാ അവരെ കല്യാണം കഴിക്കുന്നേ? അത്രയ്ക്ക് ധൃതി എന്താ? അപ്പൊ നികേഷ് പറയണ, സുഭാഷേട്ടാ, ഞങ്ങൾ ആരും സുഭാഷേട്ടനെ കുറ്റപ്പെടുത്തുകയല്ല. നമ്മൾ എത്രയോ വീട്ടിൽ പെണ്ണ് കാണാൻ പോയി. അവരും നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ ആരും കല്യാണ പെണ്ണിനെ ചെറുക്കന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നിട്ടില്ല. ഇത് ഡിഫറെന്റ് ആണല്ലോ. സുഭാഷ് ചോദിക്കുന്നു, ഇപ്പൊ എന്താടാ? നിങ്ങൾക്കല്ല ഇപ്പൊ എന്താ പ്രശ്നം? ആ പെണ്ണിപ്പം നമ്മുടെ വീട്ടിലേക്ക് വന്നതാണോ പ്രശ്നം? അപ്പൊ നിധി പറയണ, പെണ്ണ് വീട്ടിലേക്ക് വരുന്നതൊന്നും തെറ്റല്ല, സെക്കൻഡ് മാരേജ് ചെയ്യുന്നതും തെറ്റല്ല. അവരെ കുറിച്ച് സുഭാഷ് ഏട്ടൻ നന്നായിട്ട് അന്വേഷിച്ചായിരുന്നു. അവരുടെ സംസാരത്തിൽ ഒരു ധൃതിയുണ്ട്. ഇപ്പൊ ഒന്ന് കണ്ടിട്ട് പോയതേ ഉള്ളൂ. അതിനുള്ളിൽ വെള്ളിയാഴ്ച വിവാഹ നിശ്ചയം നടത്താമെന്ന് പറയുന്നു. നമ്മൾ ഇതുവരെ പെണ്ണ് വീട്ടിൽ പോയി കണ്ടതുപോലും ഇല്ലല്ലോ. അപ്പൊ സുഭാഷ് പറയണ, നിശ്ചയത്തിന്റെ അന്ന് കാണാലോ മോളെ. നിധി ചോദിക്കുന്നു, അതെങ്ങനെയാ സുഭാഷ് ഏട്ടാ? ഇത് കല്യാണക്കാരിയല്ലേ? നിശ്ചയമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് പിന്മാറാൻ പറ്റുമോ? അപ്പൊ സുഭാഷ് പറയണ, മോളെ, നീ എന്താ ഇവരുടെ ഇപ്പൊ ഇങ്ങനെ പറയുന്നത്? എന്റെ കല്യാണം നടക്കണമെന്ന് നിങ്ങൾ എല്ലാവരും ആഗ്രഹിച്ചതല്ലേ? അവര് ധൃതി പിടിക്കുന്നതൊന്നുമല്ല. കുറച്ചു നാളായിട്ട് ബ്രോക്കർ വഴി എന്നോട് സംസാരിക്കാറുണ്ട്. അപ്പൊ സുധീഷ് ചോദിക്കണ, എന്തിനാ അവര് ഉടനെ നിശ്ചയം നടത്തുന്നത്? കുറച്ചു നാൾ കഴിഞ്ഞിട്ട് നടത്തിയാ പോരെ? അപ്പൊ സുധീഷ് പറയണ, അവര് പറഞ്ഞില്ലേ വെള്ളിയാഴ്ച നല്ല ദിവസമാണെന്ന്. അപ്പൊ ഹരീഷ് ചോദിക്കുന്നു, എന്താ വേറെ നല്ല ദിവസമൊന്നും ഇനി വരില്ലേ? ഇത് കേട്ട് സുഭാഷ് ചോദിക്കണ, നിങ്ങൾക്കൊക്കെ ഇപ്പൊ എന്താ പ്രശ്നം? ഞാൻ കല്യാണം കഴിക്കുന്നില്ലെന്നായിരുന്നു പ്രശ്നം. ശരി, കല്യാണം കഴിക്കാമെന്ന് തീരുമാനിച്ചു. അതിന് ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ചാൽ എന്താ അർത്ഥം? അപ്പൊ നിധി പറയണ, അതല്ല സുഭാഷ് ഏട്ടാ, സുഭാഷ് ഏട്ടൻ കല്യാണം കഴിക്കണം, അതാ ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. പക്ഷെ ഈ ഫാമിലിയിൽ എന്തോ ഒന്ന് തെറ്റായിട്ടുണ്ട്. അപ്പൊ സുധീഷ് പറയണ, എനിക്കിത് ശരിയായിട്ട് തോന്നുന്നില്ല സുഭാഷ് ഏട്ടാ. സുഭാഷ് ഏട്ടൻ മാത്രമാണ് പെണ്ണിനോടും ബ്രോക്കറോടും ഒക്കെ സംസാരിച്ചത്. സുഭാഷ് ഏട്ടൻ ഓക്കെ പറഞ്ഞിട്ട് ആ കുടുംബം ഇവിടെ വന്നിരിക്കുന്നത് വരെ ഞങ്ങളോട് ഒരു വാക്ക് പോലും പറഞ്ഞില്ല. അവരുടെ രണ്ടാം കെട്ടല്ലേ? ഇപ്പൊ ഞങ്ങൾ എല്ലാം അറിഞ്ഞൂന്നറിഞ്ഞിട്ടും കുറച്ചു പോലും സ്പേസ് തരാതെ ഉടനെ നിശ്ചയം നടത്താമെന്ന് പറഞ്ഞു പോകുന്നു. ഇതൊക്കെ കാണുമ്പോൾ സുഭാഷ് ഏട്ടൻ ഏതോ ട്രാപ്പിൽ ചെന്ന് പെടാൻ പോകുന്നത് പോലെ തോന്നുന്നത്. അപ്പൊ സുഭാഷ് പറയണ, എടാ ചുമ്മാ ഓരോന്ന് പറയല്ലേ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കുറച്ചു നാളായി അവരോട് സംസാരിക്കുന്നുണ്ട്. ബ്രോക്കർ എന്നോട് ആ കുടുംബത്തെ പറ്റി എപ്പോഴാ സംസാരിച്ചെന്നറിയോ? അപ്പൊ മുതലേ ഞങ്ങൾ ഇതിനെ കുറിച്ച് സംസാരിച്ചോണ്ടായിരിക്കുന്നേ. ഞാനും ആ പെൺകുട്ടിയും നേരിൽ കണ്ട് എല്ലാം തുറന്നു പറഞ്ഞതാ. ഇത്രയും കാര്യങ്ങള് നിങ്ങൾ ഒരൊറ്റ ദിവസം കൊണ്ട് അറിഞ്ഞതാ പ്രശ്നം. എന്നെ വിശ്വസിക്ക്, എല്ലാം ശരിയാകും. അവിടേക്കൊന്ന് ഭാസ്കരൻ ചോദിക്കുന്നു, എടാ ഇപ്പൊ എന്താ ആ പെണ്ണിനെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു? അപ്പം സുഭാഷ് പറയുകയാണ്, അതെ അച്ഛാ, തീരുമാനിച്ചു. ഇത് കേട്ട് ഭാസ്കരൻ ചോദിക്കുന്നു, നിനക്കെന്തിനാണ് ഇങ്ങനെ ഒരു കല്യാണം? ആ പെണ്ണ് നിന്നെക്കാട്ടിലും 3 വയസ്സിന് മൂത്തതാ. നേരത്തെ കല്യാണം കഴിച്ച പെണ്ണല്ലേ? അപ്പൊ സുഭാഷ് പറയണ, അച്ഛാ, ഇപ്പൊ സംസാരിച്ചു തീർന്നതേ ഉള്ളൂ, ഇനിയും അച്ഛൻ തുടങ്ങി വെക്കണ്ട. നേരത്തെ കല്യാണം കഴിഞ്ഞ പെൺകുട്ടിയാണെങ്കിൽ എന്താ? ആ പെണ്ണിന് ഭർത്താവ് ഉള്ളപ്പോഴല്ലോ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നത്. സുധീഷ് പറയണ, സുഭാഷ് ഏട്ടാ, ഇനി അവർക്ക് പ്രോപ്പറായിട്ട് ഡിവോഴ്സ് പോലും കിട്ടിയിട്ടില്ല. സുഭാഷ് പറയണ, അതവരെ അപ്ലൈ ചെയ്തെന്ന് പറഞ്ഞില്ലേ? കുറച്ചു നാളിനുള്ളിൽ ഡിവോഴ്സ് കിട്ടുമെന്ന് ആ പെണ്ണ് തന്നെ പറഞ്ഞല്ലോ. അപ്പൊ സുധീഷ് പറയണ, സുഭാഷ് ഏട്ടാ, ഡിവോഴ്സ് ആയതിനു ശേഷം ഈ നിശ്ചയം നടത്താം. എന്തിനാ ഇങ്ങനെ ധൃതി പിടിക്കുന്നത്? അവർ ഇത്രയും വർഷം കാത്തിരുന്നില്ലേ? ഇനിയും കുറച്ചു മാസങ്ങളെങ്കിലും കാത്തിരുന്നൂടെ? ഭാസ്കരൻ ചോദിക്കുന്നു, ഞാൻ അറിയാത്തോണ്ട് ചോദിക്കുക. നിനക്ക് കല്യാണം നടക്കില്ല എന്ന് നീ തന്നെ അങ്ങ് തീരുമാനിച്ചു. അവരെ കണ്ടില്ലേ? ആ പെണ്ണിന്റെ അച്ഛനെയും അമ്മയും ചെറിയമ്മയൊക്കെ ഒന്നിന്റെ മുഖം നന്നായിട്ടിരിക്കുകയല്ലായിരുന്നു. എല്ലാം ക്രിമിനലാ. ആ പെണ്ണിന്റെ രണ്ടാം കല്യാണം അല്ലേ? നിനക്കിത് ആദ്യത്തെ കല്യാണം. നമ്മുടെ സംസ്കാരം നോക്കണ്ടേ? ഏതെങ്കിലും വീട്ടുകാര് പെണ്ണ് കാണാൻ ചെല്ലാതെ ചെറുക്കനെ കാണാൻ വരുമോ? അതും പെണ്ണിനെയും കൂട്ടിക്കൊണ്ട്. അപ്പൊ സുഭാഷ് പറയണ, അച്ഛാ, ആ പെൺകുട്ടിക്കും കൂടെ വീടൊക്കെ കാണണ്ടേ, അതുകൊണ്ടാ വന്നത്. അപ്പൊ ഭാസ്കരൻ പറയണ, കല്യാണം നടക്കില്ല എന്ന് തീരുമാനിച്ച് കുഴി ചെന്ന് വീടരുത്. ഇത് നിന്റെ ജീവിതമോ? നീ വേണം എല്ലാം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യാൻ. അത്രേ എനിക്ക് പറയാനുള്ളൂ. അങ്ങനെ ഭാസ്കരൻ അവിടെ നിന്ന് പോകുമ്പോൾ സുഭാഷ് പറയണ, അച്ഛന് വേറെ ജോലിയില്ല, നിങ്ങളോടും കൂടിയാ പറയുന്നത്. ഓരോന്ന് ആലോചിച്ചിരിക്കാതെ പോയി ജോലി ചെയ്യാൻ നോക്ക്, എല്ലാം ശരിയായിട്ട് നടക്കും. അങ്ങനെ സുഭാഷ് അകത്തേക്ക് പോകുമ്പോൾ നിധി പറയണ, ഈ ബന്ധത്തിൽ സുഭാഷിന്റെ വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ ഇനി ഇതിനെ കുറിച്ച് സംസാരിക്കണ്ടെന്ന് വിചാരിക്കുന്നു. എടാ നികേഷ്, നിനക്കെന്ത് പറ്റി? അപ്പൊ നികേഷ് പറയണ, ഒന്നുമില്ല ഏട്ടത്തി,
മതി. സുഭാഷേട്ടൻ ഓക്കെ ആണെങ്കിൽ പിന്നെ എനിക്ക് ഓക്കെയാ. തുടർന്ന് രാവിലെ അടുക്കളയിൽ സുഭാഷിനെ സഹായിക്കുന്ന നിധി ചോദിക്കുന്നു, സുഭാഷേട്ടാ ശരിക്കും സന്തോഷമായിട്ടാണോ സുഭാഷേട്ടൻ ഈ വിവാഹത്തിന് സമ്മതിച്ചത്? സുഭാഷ് ചോദിക്കുന്നു, എന്താ മോളെ എല്ലാവരും ഇത് തന്നെ ചോദിക്കുന്നേ? എനിക്ക് സന്തോഷമാണ് മോളെ. അപ്പൊ നിധി പറയുകയാണ്, ഞാൻ ചോദിക്കുന്നത് കൊണ്ട് തെറ്റിദ്ധരിക്കരുത്, ആരുടെയും നിർബന്ധം കൊണ്ടൊന്നും അല്ലല്ലോ സുഭാഷേട്ടൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത്. അപ്പൊ സുഭാഷ് പറയണ, എന്താ മോളെ ഇങ്ങനെ? ഡിവോഴ്സ് കഴിഞ്ഞ പെൺകുട്ടി വീണ്ടും കല്യാണം കഴിക്കാൻ പാടില്ല എന്നൊന്നും ഇല്ലല്ലോ. അപ്പൊ നിധി പറയണ, അയ്യോ അങ്ങനെയല്ല സുഭാഷേട്ടാ, അതിലൊരു തെറ്റുമില്ല. സുഭാഷ് ചോദിക്കുന്നത്, പിന്നെന്താ മോളെ? ആ പെണ്ണിന് എന്നെക്കാളും 2-3 വയസ്സ് കൂടുതലാണ്, അതാണോ പ്രശ്നം? അപ്പൊ നിധി പറയുകയാണ്, അത് നിങ്ങളുടെ മാത്രം പ്രശ്നമല്ല സുഭാഷേട്ടാ, നിങ്ങൾക്ക് അതൊരു പ്രശ്നമല്ലെങ്കിൽ അതൊരു വിഷയമേ അല്ല. അതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. എനിക്കെന്തോ ഈ നിശ്ചയം, കല്യാണം, ഈ പ്രോസസ് എല്ലാം പെട്ടെന്ന് നടക്കുന്നത് പോലെ തോന്നുവാ. ഈ കല്യാണം ഉടനെ നടക്കണമെന്ന് സുഭാഷേട്ടനും ആഗ്രഹിക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. നമ്മൾ ഇതുവരെ പെണ്ണിന്റെ വീട്ടിൽ പോയില്ല, പെണ്ണിന്റെ ഫാമിലിയെ കുറിച്ച് അന്വേഷിച്ചതുമില്ല. പക്ഷെ അവര് നിശ്ചയത്തിന് തീയതി കുറിച്ചിട്ട് പോയി. എല്ലാ തീരുമാനവും അവര് തന്നെയല്ലേ എടുക്കുന്നത്. ആ പെണ്ണ് നമ്മുടെ ഈ ജോയിന്റ് ഫാമിലിയിൽ താമസിക്കൂ, അതിനെ കുറിച്ചൊക്കെ സുഭാഷേട്ടൻ സംസാരിച്ചായിരുന്നു. അപ്പൊ സുഭാഷ് പറയണ, അതിനെ കുറിച്ചൊക്കെ സംസാരിച്ചു മോളെ, അവർക്കൊരു പ്രശ്നമില്ല. ശരിക്കും സംസാരിച്ചു എന്ന് നിധി ചോദിക്കുമ്പോൾ സുഭാഷ് പറയുകയാണ്, സംസാരിച്ചു മോളെ. ആ പെൺകുട്ടി ഇന്നലെ വന്ന് വീടൊക്കെ കണ്ടില്ലേ? വീട് ചെറുതാണല്ലോ, ഇവിടെ എങ്ങനെ താമസിക്കാൻ പറ്റുമെന്നൊന്നും ആ പെൺകുട്ടി ചോദിച്ചില്ലല്ലോ. എല്ലാവരും നന്നായിട്ടല്ലേ സംസാരിച്ചത്. അപ്പൊ നിധി പറയണ, ഞാൻ എന്താണ് ഇതിനെ കുറിച്ച് വീണ്ടും വീണ്ടും ചോദിച്ചെന്ന് വെച്ചാൽ, സുഭാഷേട്ടൻ എല്ലാം അനിയന്മാരാണ്, അനിയന്മാരില്ലാതെ സുഭാഷേട്ടന് ജീവിക്കാൻ പറ്റില്ല. പെട്ടെന്ന് പെണ്ണ് തനിച്ചു പോകാന്ന് പറഞ്ഞാൽ സുഭാഷേട്ടന് താങ്ങാൻ പറ്റില്ലല്ലോ. ഇതിനെ കുറിച്ചൊക്കെ വ്യക്തമായി ആ കുട്ടിയോട് പറഞ്ഞിട്ടില്ലേ? അപ്പൊ സുഭാഷ് പറയുന്നു, ഞാൻ സംസാരിച്ചു മോളെ, മോള് ടെൻഷൻ ആകുന്ന രീതിയിൽ ഒരു കുഴപ്പം ഉണ്ടാകില്ല. അപ്പൊ നിധി പറയുന്നു, ശരി നിങ്ങൾ സംസാരിച്ചെങ്കിൽ പിന്നെ എനിക്ക് ഓക്കെയാ. നിങ്ങള് ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കാറില്ലേ? അപ്പൊ സുഭാഷ് പറയണ്ട, ആ സംസാരിക്കാറുണ്ട്, അന്ന് റെസ്റ്റോറന്റിൽ വെച്ച് സംസാരിച്ചായിരുന്നു, പിന്നെ കണ്ടത് ഇന്നലെയാ. നിധി ചോദിക്കുന്നു, അപ്പൊ മൊത്തത്തിൽ സുഭാഷ് ഏട്ടൻ അവരോട് സംസാരിക്കുന്നത് 1/2 മണിക്കൂർ മാത്രമാണോ? സുഭാഷ് ചോദിക്കുന്നു, എന്താ മോളെ 1/2 മണിക്കൂർ പോരെ? അപ്പൊ നിധി പറയണ, അതല്ല സുഭാഷ് ഏട്ടാ, ഞാൻ പറഞ്ഞ് സുഭാഷ് ഏട്ടൻ മനസ്സിലാക്കേണ്ടതല്ല. ജീവിതം വളരെ ചെറുതാണെങ്കിലും നിങ്ങൾ ഒരുമിച്ച് ജീവിക്കേണ്ട കാലം ഒരുപാട് കൂടുതലാണ്. ജീവിതത്തെ കുറിച്ച് നിങ്ങൾക്ക് ഒരുപാട് പറയാനില്ലേ, അതെല്ലാം സംസാരിക്കാൻ 1/2 മണിക്കൂർ മതിയോ? അപ്പൊ സുഭാഷ് പറയണ, 1/2 മണിക്കൂർ തന്നാൽ പോലും 5 മിനിറ്റ് എനിക്ക് സംസാരിക്കാൻ വിഷയമില്ല. അപ്പൊ നിധി പറയണ, ശരി സുഭാഷ് ഏട്ടന് വിശ്വാസം ഉണ്ടെങ്കിൽ എനിക്ക് ഓക്കെയാ. സുഭാഷ് ഏട്ടന്റെ മനസ്സറിയാൻ വേണ്ടിയാ ഞാൻ വീണ്ടും വീണ്ടും ചോദിച്ചത്. ഇന്നലെ അവരോടെല്ലാവരോടും ഇതിനെ കുറിച്ച് ചോദിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഞാൻ തന്നെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു. സുഭാഷ് ഏട്ടന് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയല്ലേ, സുഭാഷ് ഏട്ടൻ കല്യാണം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കണം. സുഭാഷ് ഏട്ടന്റെ ജീവിതത്തിൽ തെറ്റായിട്ടൊന്നും സംഭവിക്കാൻ പാടില്ല. ആ ടെൻഷനാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും. അപ്പൊ സുഭാഷ് പറയണ, എനിക്ക് നിങ്ങളെ മനസ്സിലാകുമല്ലോ, ടെൻഷൻ വേണ്ട, എല്ലാം നന്നായി വരും. ഇപ്പൊ എന്റെ കല്യാണം കഴിഞ്ഞാൽ അടുത്തത് ഹരീഷിന്റെ കല്യാണമായിരിക്കും, അവന്റെ ജീവിതവും നന്നായി വരും. ഇത് കേട്ട് നിധി ചോദിക്കുന്നു, അപ്പോ ഹരീഷിന്റെ കല്യാണം നടക്കാൻ വേണ്ടിയാണോ സുഭാഷ് ഏട്ടൻ പെട്ടെന്ന് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചേ? ടെൻഷനോടുകൂടി സുഭാഷ് പറയുന്നു, അങ്ങനെയല്ല മോളെ, ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. മോൾ എന്തിനാ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നേ? മോൾ കോഫി കുടിക്ക്. തുടർന്ന് നിധി സ്കൂട്ടറുമായി ഓഫീസിലേക്ക് പോകുമ്പോൾ വഴിയിൽ വെച്ച് സ്കൂട്ടർ നിന്ന് പോവുകയാണ്. പിന്നാലെ വരുന്ന സുധീഷ് നിധിയെ സഹായിക്കാൻ ശ്രമിക്കുന്നു. ഹരീഷിന്റെ കട ഇവിടെ അടുത്തല്ലേ, നമുക്ക് ഈ സ്കൂട്ടർ ഹരീഷിന്റെ കടയിൽ എത്തിക്കാന്ന് പറഞ്ഞ് നിധിയെയും കൂട്ടി സുധീഷ് സ്കൂട്ടറുമായി മുന്നോട്ട് നടന്നു പോവുകയാണ്. നിധി ആലോചിച്ചുകൊണ്ട് നടക്കുമ്പോൾ സുധീഷ് കാര്യം അന്വേഷിക്കുകയാണ്. അപ്പൊ നിധി പറയണം, ഞാൻ സുഭാഷ് ഏട്ടനെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു. ഞാൻ സുഭാഷ് ഏട്ടനോട് രാവിലെ ചോദിച്ചു, വേറെ എന്തെങ്കിലും കാരണം കൊണ്ടാണോ സുഭാഷ് ഏട്ടൻ ഈ കല്യാണത്തിന് ഓക്കെ പറഞ്ഞതെന്ന്. അപ്പൊ സുഭാഷ് ഏട്ടൻ, അങ്ങനെയൊന്നുമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഈ കല്യാണത്തിന് ഓക്കെ പറഞ്ഞതെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് എന്തൊക്കെയോ ചില സംശയങ്ങൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ആ സംശയം ഉണ്ടെന്ന് എനിക്കറിയാം, സ്ട്രോങ് ആയിട്ട് എന്താണെന്ന് പറയാൻ പറ്റുന്നില്ല. അപ്പൊ സുധീഷ് പറയണ, നിധി സുഭാഷ് ഏട്ടൻ പിടിവാശിയിലല്ലേ, നമ്മൾ എന്ത് ചെയ്യാനാ? നിധി പറയുന്നു, സുഭാഷ് ഏട്ടൻ പാവാ, സുഭാഷ് ഏട്ടന്റെ ജീവിതത്തിൽ തെറ്റായിട്ടൊന്നും സംഭവിക്കാൻ പാടില്ല. സുധീഷ് പറയണ, നിധിയുടെ പേടി എന്താണെന്ന് എനിക്ക് മനസ്സിലായി. സുഭാഷ് ഏട്ടന്റെ കല്യാണം കഴിഞ്ഞാൽ വീട് വിട്ടു പോകുമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പം സുഭാഷ് ഏട്ടന്റെ കല്യാണം കഴിയാൻ പോവുകയാണ്, നിധിക്ക് പോകേണ്ടി വരുമോ എന്നുള്ള ഭയമല്ലേ? അപ്പൊ നിധി പറയണ, അതൊന്നുമല്ല, സുഭാഷ് ഏട്ടന്റെ കല്യാണം കഴിഞ്ഞ ഉടനെ ഞാൻ ആ വീട്ടിൽ നിന്നും പോകും. അതുകൊണ്ട് സുഭാഷ് ഏട്ടൻ ഇങ്ങനെ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. തുടർന്ന് ഹരീഷ് സുഭാഷിന്റെ വിവാഹ കാര്യം നീതുവിനോട് പറയുകയാണ്. നല്ല കാര്യമാണല്ലോ എന്ന് പറഞ്ഞ് നീതു വളരെ സന്തോഷത്തോടു കൂടി ഇരിക്കുന്നു. ഹരീഷ് പറയണ, ഞങ്ങൾക്ക് ചില സംശയങ്ങളുണ്ട് നീതു. കല്യാണം നല്ല കാര്യമാണ്, പക്ഷേ സുഭാഷ് ഏട്ടൻ ഇങ്ങനെ തനിച്ചു പോയി കല്യാണക്കാരിയൊക്കെ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഈ കല്യാണം നടത്താൻ സുഭാഷ് ഏട്ടനാണ് മുന്നിൽ ഇറങ്ങിയിരിക്കുന്നത്, പക്ഷെ ആ കുടുംബം നല്ല കുടുംബമായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നില്ല. ആ പെണ്ണിന്റെ അച്ഛനും അമ്മയും എന്തിനാ, ആ പെണ്ണ് പോലും ഒരു ടൈപ്പാ, എന്തൊക്കെയോ പെട്ടെന്ന് പെട്ടെന്ന് പറയുന്നു. ഞങ്ങൾ എന്താ ചിന്തിക്കുന്നതെന്ന് ആലോചിക്കുക പോലും ചെയ്യാതെ അവര് തന്നെ നിശ്ചയത്തിന്റെ ദിവസവും തീരുമാനിച്ചു. ഞങ്ങൾ ഇതുവരെ പെണ്ണിന്റെ വീട് കണ്ടിട്ടില്ല, അടുത്തെങ്ങും ആ പെണ്ണിനെ കുറിച്ച് അന്വേഷിച്ചിട്ടില്ല. ഇങ്ങനെ ഒന്നും അറിയാതെ ബ്രോക്കർ പറഞ്ഞത് വെച്ച് നിശ്ചയം വരെ എത്തുന്നു. അപ്പൊ നിധു പറയണ, ഹരീഷ് അതൊക്കെ ഓക്കെ ആയിരിക്കും, നിന്റെ ചേട്ടന്റെ കല്യാണം നടക്കുന്നില്ല എന്നുള്ളതായിരുന്നല്ലോ വിഷമം, ഇപ്പം കല്യാണം ഓക്കെ ആയല്ലോ, അതോർത്ത് സന്തോഷിക്കുക ഹരീഷ്. അപ്പൊ ഹരീഷ് പറയണ, സുഭാഷ് ഏട്ടന്റെ കല്യാണം നടക്കുന്നില്ല എന്നുള്ളത് ഞങ്ങൾക്ക് വിഷമമുള്ള കാര്യമാണ്, പക്ഷെ അതുകൊണ്ട് സുഭാഷ് ഏട്ടൻ ആരെയെങ്കിലും കല്യാണം കഴിക്കട്ടെന്ന് കരുതി ഇരിക്കാൻ പറ്റുമോ? സുഭാഷ് ഏട്ടന് നല്ലൊരു പെണ്ണിനെ കണ്ടുപിടിക്കണ്ടേ? നിധു പറയണ,
സുഭാഷ് ചേട്ടന് കല്യാണം കഴിഞ്ഞാലല്ലേ നമുക്ക് കല്യാണം കഴിക്കാൻ പറ്റൂ. ഈ സമയം നിധിയുടെ സ്കൂട്ടറുമായി അവിടേക്ക് വരികയാണ് സുധീഷും നിധിയും. ഹായ് ചേച്ചി വാന്ന് പറഞ്ഞ് നീതു സന്തോഷത്തോടു കൂടി നിധിയുമായി സംസാരിക്കുകയാണ്. ഹരീഷ് ചോദിക്കുന്ന വണ്ടിക്ക് എന്ത് പറ്റി? നിധി പറയണ വണ്ടി പെട്ടെന്ന് നിന്നുപോയി. സുധീഷ് പറയണ സ്റ്റാർട്ട് ആകുന്നില്ലടാ, നീ ഒന്ന് നോക്ക്. സുധീഷ് ചോദിക്കുന്നു നിധു 24 മണിക്കൂറും ഇവിടെ തന്നെ ഉണ്ടല്ലോ. അപ്പൊ നിധു പറയണ എന്ത് ചെയ്യാനാ, 24 മണിക്കൂറും ഹരീഷിനെ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും. സുധീഷ് ചേട്ടനും പ്രണയിച്ച് കല്യാണം കഴിച്ചതല്ലേ, എന്താ എന്റെ ഫീല് മനസ്സിലാകുന്നില്ലേ? അപ്പൊ സുധീഷ് പറയണ അതെ അതെ ഞാനിപ്പം ഫീൽ ചെയ്യുന്നുണ്ട്. നിധു പറയണ ഹരീഷ് ഇപ്പൊ പറഞ്ഞു സുഭാഷ് ചേട്ടന്റെ കല്യാണം തീരുമാനിച്ചെന്ന്. സുധീഷ് പറയണ അത് തന്നെയാ ഞങ്ങളും സംസാരിച്ചോണ്ട് വന്നത്. സുഭാഷ് ചേട്ടനെ കുറിച്ച് ഓർക്കുമ്പോൾ എന്തോ ഒരു പേടി. ഞങ്ങളും അതിനെ കുറിച്ചാ പറഞ്ഞത്. ഹരീഷ് പറയുമ്പോൾ നിധി പറയണ സുഭാഷ് ചേട്ടൻ രാവിലെ ഇതിനെ കുറിച്ച് സംസാരിച്ചു. ഞാൻ ചോദിച്ചത് കൊണ്ടാ പറഞ്ഞത്. കല്യാണത്തിന് സന്തോഷമാണെന്നൊക്കെ പറഞ്ഞു. മനസ്സിലാ സന്തോഷം ഉണ്ടോന്ന് എനിക്കറിയില്ല. നിധു ചോദിക്കുന്നു എന്ത് പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും? സുഭാഷ് ചേട്ടൻ ഇഷ്ടപ്പെട്ടല്ലേ ഈ കല്യാണാലോചന കൊണ്ടുവന്നത്? നിങ്ങളെന്താ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരല്ലേ കല്യാണം കഴിക്കുന്നത്? അതേപോലെ സുഭാഷ് ചേട്ടൻ ആ പെണ്ണിനെ ഇഷ്ടപ്പെട്ടു കാണും. ഇത്രയധികം ചിന്തിക്കാനൊന്നുമില്ല. എത്രയും പെട്ടെന്ന് സുഭാഷ് ചേട്ടന്റെ കല്യാണം നടത്താൻ നോക്ക്. നിധി പറയണ സുഭാഷ് ചേട്ടന്റെ കല്യാണം നടക്കുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ, പക്ഷെ തെറ്റായിട്ടൊന്നും സംഭവിക്കരുതെന്നാ ഞങ്ങള് പറഞ്ഞത്. അപ്പൊ നിധു പറയണ കല്യാണം നടക്കാതിരിക്കുന്നതിനെക്കാട്ടിലും കല്യാണം നടന്നതിന് ശേഷം വരുന്ന പ്രശ്നം നേരിടുന്നത് എത്രയോ നല്ലതാ. ഇത് കേട്ട് എല്ലാവരുടെയും മുഖം വാടുകയാണ്. തുടർന്ന് സുധീഷും നിധിയും ഹരീഷ് സ്കൂട്ടർ നന്നാക്കി കഴിയുമ്പോൾ സ്കൂട്ടറിൽ അവിടെ നിന്ന് പോവുകയാണ്. ഹരീഷും നീതുവും സുഭാഷിന്റെ കല്യാണക്കാര്യം പറഞ്ഞ് വഴക്കുണ്ടാക്കുകയാണ്. നമ്മുടെ കല്യാണം നടക്കുന്നതല്ല എനിക്ക് പ്രധാനം, സുഭാഷിന് നല്ലൊരു ജീവിതം കിട്ടണം എന്നുള്ളതാണ് എനിക്ക് പ്രധാനം എന്നൊക്കെ ഹരീഷ് പറയുമ്പോൾ വളരെ ദേഷ്യത്തോടു കൂടി അവിടെ നിന്ന് പോവുകയാണ് നീതു. തുടർന്ന് ജോലി സ്ഥലത്തേക്ക് വന്ന സുധീഷ് സുഭാഷിനോട് വിവാഹകാര്യത്തെ കുറിച്ച് സംസാരിക്കുകയാണ്. കുറച്ച് അപ്പുറത്തായി നിൽക്കുന്ന അവിനാഷും അവരുടെ സംസാരം ശ്രദ്ധിക്കുന്നുണ്ട്. സുധീഷ് പറയണ സുഭാഷ് ചേട്ടൻ ഇഷ്ടപ്പെട്ടല്ലേ ഈ കല്യാണം കഴിക്കാൻ പോകുന്നേ? അപ്പൊ സുഭാഷ് പറയണ ഈ ചോദ്യത്തിന് ഞാൻ എത്ര തവണയാണ് മറുപടി പറയുക? ഞാൻ ഇഷ്ടപ്പെട്ട് തന്നെ ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. നിങ്ങൾ എന്താ എന്റെ കല്യാണം നടക്കരുതെന്നാണോ ആഗ്രഹിക്കുന്നത്? അപ്പൊ സുധീഷ് പറയണ സുഭാഷ് ചേട്ടാ ഞങ്ങൾ അങ്ങനെ ചിന്തിക്കുമോ? പിന്നെന്താന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയണ സുഭാഷ് ചേട്ടന് വേണ്ടി ഒരു ചോക്ലേറ്റ് പോലും വാങ്ങാറില്ല. ഇതുവരെ കല്യാണം ഒന്നും ആലോചിച്ചിട്ടുമില്ല ഒറ്റയ്ക്ക്. പെട്ടെന്ന് സുഭാഷ് ചേട്ടൻ തന്നെ പെണ്ണിനെ കണ്ട് കല്യാണം വരെ തീരുമാനിച്ചു. സുഭാഷ് ചേട്ടൻ ഇങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല, എവിടെയോ എന്തോ പ്രശ്നമുണ്ട്. അപ്പൊ സുഭാഷ് പറയാണ് അങ്ങനെയൊന്നും ഇല്ലടാ, നമ്മള് തറവാട്ടമ്പലത്തിൽ പോയിട്ട് വന്നില്ലേ, അതുകൊണ്ടാ എല്ലാം നന്നായിട്ട് വരുന്നത്. സുധീഷ് ചോദിക്കുന്നത് സുഭാഷ് ചേട്ടൻ ആ പെൺകുട്ടിയുമായി സംസാരിക്കാൻ തുടങ്ങിയോ? അപ്പൊ സുഭാഷ് പറയണ അന്ന് കണ്ട് സംസാരിച്ചതാ, പിന്നെ കണ്ടിട്ടില്ല. അപ്പൊ സുധീഷ് പറയണ എന്താ സുഭാഷ് ചേട്ടാ ഇത്? ആദ്യം സംസാരിച്ച് പരസ്പരം മനസ്സിലാക്ക്, അപ്പോഴല്ലേ ഒരാൾക്ക് മറ്റൊരാളെ മനസ്സിലാക്കാൻ പറ്റൂ, പ്രണയിക്കാൻ പറ്റൂ. എന്താ ഭയ്യ എക്സ്പീരിയൻസ് ആണോന്ന് അവിനാഷ് ചോദിക്കുമ്പോൾ സുഭാഷ് പറയണ നീ പ്രണയിച്ച് കല്യാണം കഴിച്ചോണ്ട് അവിനാഷ് അങ്ങനെ പറഞ്ഞു. അപ്പൊ സുധീഷ് പറയുന്നു സുഭാഷ് ചേട്ടാ അങ്ങനല്ല, ഞാൻ കല്യാണം കഴിച്ചതിന് ശേഷമാണ് പ്രണയിച്ചു തുടങ്ങി. ജീവിതത്തിൽ പ്രണയം അത്യാവശ്യമാണ്. എനിക്ക് മനസ്സിലാവുന്നു. സുഭാഷ് ചേട്ടൻ ആ പെൺകുട്ടിയോട് സംസാരിച്ചു കല്യാണമൊക്കെ തീരുമാനിച്ചു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു പ്രശ്നമില്ലെന്ന് വിചാരിച്ചു. പക്ഷെ അനുജൻ എന്ന നിലയിൽ ചില ഉപദേശങ്ങൾ തരാനുണ്ട്. കല്യാണത്തിന് മുമ്പ് സുഭാഷ് ചേട്ടൻ ഒരുപാട് ആ പെൺകുട്ടിയോട് സംസാരിക്കണം, ഇടയ്ക്കിടയ്ക്ക് കാണണം. ആ പെൺകുട്ടിക്ക് എന്ത് ഇഷ്ടപ്പെടും, ഇഷ്ടപ്പെടാത്ത എന്താണ്, ഇതെല്ലാം സംസാരിച്ച് മനസ്സിലാക്കണം. സുഭാഷ് പറയുന്നു സംസാരിക്കാം. സുധീഷ് ചോദിക്കാണ് സുഭാഷ് ചേട്ടൻ പറയുന്നത് കേട്ടിട്ട് നേരത്തെ സംസാരിക്കാൻ തുടങ്ങിയതുപോലെ ഉണ്ടല്ലോ. അപ്പൊ സുഭാഷ് പറയണ നീ ഒന്ന് പോടാ, ആ പെണ്ണിന്റെ നമ്പർ പോലും എന്റെ കയ്യിലില്ല. ബ്രോക്കർ വഴിയാണ് ഞങ്ങൾ കണ്ടതും സംസാരിച്ചതുമെല്ലാം. സുഭാഷിന്റെ ഫോൺ എടുത്ത് ദാസപ്പന്റെ ഫോണിലേക്ക് വിളിച്ച് ജയന്തിയുടെ നമ്പർ ചോദിക്കുകയാണ് സുധീഷ്. സുഭാഷ് ചേട്ടന് ജയന്തിയോട് സംസാരിക്കാൻ ആഗ്രഹമുണ്ടെന്ന് സുധീഷ് പറയുമ്പോൾ ദാസപ്പൻ പറയണ ഓ അങ്ങനെ, ഞാൻ ഉടനെ തന്നെ നമ്പർ വാങ്ങി സുഭാഷിന്റെ ഫോണിലേക്ക് മെസ്സേജ് അയച്ചേക്കാം. തുടർന്ന് ദാസപ്പൻ ജയന്തിയുടെ ഫോൺ നമ്പർ സുഭാഷിന്റെ ഫോണിലേക്ക് അയക്കുമ്പോൾ ലവ് ഒക്കെ വെച്ച് സേവ് ചെയ്ത് കൊടുക്കുകയാണ് സുധീഷ്. എന്താണ് ഇതെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയണ ഇങ്ങനെ വേണം സേവ് ചെയ്യാൻ, ഞാനും കൂടി എന്റെ ഫോണിൽ സേവ് ചെയ്തേക്കാന്ന് പറഞ്ഞ് ജയന്തിയുടെ നമ്പർ സുധീഷിന്റെ ഫോണിലും സേവ് ചെയ്യുകയാണ്. തുടർന്ന് നിധിയുടെ ഓഫീസിന്റെ അരികിലേക്ക് വന്ന സുധീഷ് നിധി ഓഫീസിൽ നിന്നിറങ്ങുമ്പോൾ ജയന്തിയെ കാണാനായി കൂട്ടിക്കൊണ്ടു പോവുകയാണ്. തുടർന്ന് ഒരു റെസ്റ്റോറന്റിലേക്ക് വന്ന് ജയന്തിയെ കാണുകയാണ് അവർ. സുധീഷ് പറയുന്നു അന്ന് ഫാമിലി ആയിട്ട് വീട്ടിൽ വന്നു, അന്ന് ഒരുപാടൊന്നും സംസാരിക്കാൻ പറ്റിയില്ല, ചുമ്മാ മീറ്റ് ചെയ്ത് സംസാരിക്കാന്ന് കരുതിയാ ഫോൺ ചെയ്ത് ഇവിടെ വരാൻ പറഞ്ഞത്. കല്യാണം കഴിഞ്ഞ് ഞങ്ങളുടെ വീട്ടിലേക്ക് വരാൻ പോവുകയല്ലേ, അതിനു മുമ്പേ കാഷ്വൽ ആയിട്ടുള്ള ഒരു മീറ്റിംഗ് നല്ലതല്ലേ? പുഞ്ചിരിച്ച് നിധി പറയുന്നു സുധീഷേ ഞാൻ സംസാരിക്കാം. സുധീഷ് പറയണ എനിക്ക് സ്ത്രീകളോട് സംസാരിച്ച് ശീലമില്ല, അതുകൊണ്ട് എനിക്ക് നന്നായി സംസാരിക്കാൻ പറ്റില്ല. നിധി സംസാരിക്കട്ടെ. നിധി പറയണ പെട്ടെന്ന് നിശ്ചയമൊക്കെ തീരുമാനിച്ചു, പരസ്പരം സംസാരിക്കാൻ നിങ്ങൾക്ക് അധികം സമയമൊന്നുമില്ലല്ലോ, അതുകൊണ്ടാ മീറ്റ് ചെയ്ത് സംസാരിക്കാന്ന് വിചാരിച്ചത്. ജയന്തി പറയുന്നു സംസാരിക്കാം. നിധിക്ക് എന്താ അറിയേണ്ടത്? നിധി ചോദിക്കുന്നു ഞങ്ങളുടെ സുഭാഷ് ചേട്ടനെ ഇഷ്ടപ്പെട്ടോ? എനിക്ക് സുഭാഷ് ചേട്ടൻ സ്വന്തം ചേട്ടനെ പോലാ, അതുകൊണ്ടാ ചോദിച്ചത്. അപ്പൊ ജയന്തി പറയുകയാണ് എന്നെ ഏട്ടത്തിന്ന് വിളിക്കണേ. ചിരിച്ചുകൊണ്ട് നിധി ചോദിക്കുന്നു അപ്പൊ സുഭാഷ് എന്നെ ഇഷ്ടപ്പെട്ടു, ഈ കല്യാണത്തിന് സമ്മതമല്ലേ? ജയന്തി ചോദിക്കുന്നു ഇതെന്താ വീണ്ടും വീണ്ടും ചോദിക്കുന്നത്, നിങ്ങളുടെ ചേട്ടൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പൊ നിധി പറയണ ഏയ് അങ്ങനെയൊന്നുമില്ല, പെട്ടെന്നല്ലേ ഈ കല്യാണത്തിനുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തേ, അതുകൊണ്ട് എല്ലാവർക്കും എല്ലാം ഓക്കെ ആണോ എന്ന് അന്വേഷിക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ ജയന്തി പറയണ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഞാൻ ചുമ്മാ ചോദിച്ചതാ, എനിക്ക് സുഭാഷിനെ ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് തന്നെയാണ് എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് നടക്കുന്നത്. അപ്പൊ സുധീഷ് പറയണ ഞങ്ങൾ
എന്താ ചോദിച്ചെന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട്ടില് കൂടുതലും ആണുങ്ങളാ. ഞാൻ, സുഭാഷ് ഏട്ടൻ, ഞങ്ങളുടെ 2 അനിയന്മാർ, അച്ഛൻ, നിധി മാത്രമാണ് ഒരേ ഒരു പെണ്ണ്. അടുത്തത് നിങ്ങളാണ് വരാൻ പോകുന്നത്. ഇതെല്ലാം കംഫർട്ടബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പൊ നിധി പറയണ, ഇതാ ഞങ്ങക്ക് ചോദിക്കാനുള്ളത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാവരും ഉള്ളപ്പോൾ ചോദിക്കാൻ പറ്റില്ലല്ലോ. തനിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ തീരുമാനം പറയാൻ പറ്റുമല്ലോ. ഞങ്ങൾ അത് എന്താണെന്ന് അറിയാൻ പറ്റും. അപ്പൊ ജയന്തി പറയണ, ഞങ്ങൾ അതൊന്നും നോക്കുന്നില്ല. ഇതെന്റെ സെക്കൻഡ് മാരേജ് ആണ്, അതറിയാലോ. വലിയ ഓപ്ഷൻസ് ഒന്നും ഇല്ല. എന്റെ കല്യാണം നടത്തണമെന്ന് വീട്ടുകാർ പറഞ്ഞു. എനിക്കും അത് ഓക്കെ ആണെന്ന് തോന്നി. അപ്പോഴേ സുഭാഷിന്റെ പ്രപ്പോസൽ വന്നത്. ബ്രോക്കർ നല്ല ആൾക്കാരാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ കൂടുതലായിട്ടൊന്നും ചിന്തിച്ചിട്ടില്ല. എനിക്കും എന്റെ ഹസ്ബൻഡിനും, ഐ മീൻ എന്റെ എക്സ് ഹസ്ബൻഡിനും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഓവറായിട്ട് അയാൾ സംസാരിച്ചു. അയാളില്ലെങ്കിൽ ഞാൻ ചത്തുപോകൂ എന്നുള്ള രീതിയിൽ സംസാരിച്ചു. ഇഷ്ടമല്ലെങ്കിൽ വേണ്ടാന്ന് വെച്ച് വെക്കൂടെ? ഈ ഡിവോഴ്സ് പ്രോസസ് ഒരുപാട് നാളായിട്ട് നടക്കുന്നതാ. ഡിവോഴ്സിന് ഓക്കെ പറയാൻ തന്നെ ഇത്രയും സമയം എടുത്തു. അയാളെ ഡിവോഴ്സ് ചെയ്താൽ എനിക്ക് ജീവിതം ഇല്ലെന്നാ പറയുന്നത്. ഡിവോഴ്സ് കിട്ടിയാലുടനെ ആദ്യമായിട്ട് കല്യാണം കഴിക്കുന്ന ഒരാൾ നിന്നെ കല്യാണം കഴിക്കൂ? സെക്കൻഡ് മാരേജിന് ഒരു സാധ്യതയില്ലെന്ന് പറഞ്ഞു. അയാളുടെ കൺമുന്നിൽ വെച്ച് എന്റെ കല്യാണം നടക്കണം. അതും ഡിവോഴ്സ് കിട്ടി ഒരാഴ്ചക്കുള്ളിൽ എന്റെ കല്യാണം നടക്കണം. അയാൾ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല എന്റെ കല്യാണം നടക്കും. ഞാൻ സന്തോഷമായിട്ട് ജീവിക്കുമെന്ന് അയാൾ അറിയണം. അതുകൊണ്ടാണ് നിശ്ചയവും കല്യാണവും ഒക്കെ പെട്ടെന്ന് നടത്തണമെന്ന് തീരുമാനിച്ചത്. എനിക്ക് ഡിവോഴ്സ് കിട്ടിയാലുടനെ കല്യാണവും നടക്കണം. അയാൾ പറഞ്ഞത് തെറ്റാണെന്ന് എനിക്ക് പ്രൂവ് ചെയ്യണം. അപ്പോഴേ അയാൾക്ക് നഷ്ടപ്പെട്ടത് എന്താണെന്ന് മനസ്സിലാകും. അത്രയും മതി എനിക്ക്. അല്ലാതെ എനിക്ക് കല്യാണത്തിൽ വലിയ സ്വപ്നങ്ങളൊന്നുമില്ല. ടീ വേണോ കോഫി വേണോ? ഒന്നും വേണ്ടെന്ന് നിധി പറയുമ്പോൾ ജയന്തി പറയണ, എന്തെങ്കിലും പറ. കോഫി മതിയെന്ന് നിധി പറയുമ്പോൾ സുധീഷ് പറയണ, എനിക്കും അത് മതി. തുടർന്ന് കോഫി കുടിച്ചതിന് ശേഷം ജയന്തി പറയുന്നു, ശരി ഞാൻ ഇറങ്ങട്ടെ. അങ്ങനെ ജയന്തി അവിടെ നിന്ന് പോകുമ്പോൾ സുധീഷ് ചോദിക്കണ, നിധിക്ക് എന്താ തോന്നുന്നേ? അപ്പൊ നിധി പറയണ, അവരെ സംബന്ധിച്ച് അവരുടെ എക്സ് ഹസ്ബൻഡ് പറഞ്ഞത് കള്ളാണെന്ന് തെളിയിക്കണം. അയാളുടെ മുന്നിൽ ജീവിച്ചു കാണിക്കണം. അത് മാത്രമാണ് അവരുടെ ലക്ഷ്യം. അടുത്ത കല്യാണത്തില് പ്രത്യേക സ്വപ്നങ്ങളോ എക്സ്പെക്ടേഷൻസോ ഇല്ല. സുഭാഷ് ഏട്ടനും അവരെ ഇഷ്ടപ്പെട്ടു കാണില്ല. അപ്പൊ സുധീഷ് പറയണ, എനിക്കും അങ്ങനെയാ തോന്നുന്നേ. റിവെഞ്ചിന് വേണ്ടിയാണ് ഇവര് കല്യാണം കഴിക്കുന്നത്. ഇത് ശരിയാകുമെന്ന് തോന്നുന്നില്ല. അപ്പൊ നിധി പറയണ, ഇതിനെ കുറിച്ചൊക്കെ അവർ രണ്ടുപേരുമാണ് സംസാരിക്കേണ്ടത്. ഒരുപക്ഷെ മനസ്സ് തുറന്ന് സംസാരിച്ചാൽ അവർക്ക് നല്ലൊരു ജീവിതം തുടങ്ങാൻ പറ്റും. പക്ഷെ ഇവരങ്ങനെ സംസാരിക്കുമെന്നറിയില്ല. ഒരുപക്ഷെ കല്യാണം കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഈ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കുക. ഞാൻ മനസ്സിലാക്കിയതോളം അവരിപ്പോഴും അവരുടെ പാസ്റ്റ് ലൈഫിലാണ്. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യുക എന്നാ സുധീഷ് ചോദിക്കുമ്പോൾ നിധി പറയണ, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവരെ നമ്മൾ കണ്ട കാര്യം സുഭാഷേനോട് പോലും പറയാൻ പറ്റില്ല. എന്താകും നോക്കാം. നമുക്കെല്ലാം പെട്ടെന്ന് അങ്ങ് തീരുമാനിക്കാൻ പറ്റില്ലല്ലോ. സാവധാനം ആലോചിച്ച് ഒരു തീരുമാനം എടുക്കാം. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്